ലഹരി മാഫിയയെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്ന് പറയുന്ന മന്ത്രി, ലഹരി സംഘങ്ങൾ നാടിന് വിപത്താണെന്ന് പറയുന്ന സർക്കാരും പാർട്ടിയും. എന്നാൽ ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും ലഹരി കേസിൽ പിടിയിലാകുമ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ SFI നേതാക്കളുടെ പങ്കും പുറത്തുവരികയാണ്. SFIയുടെ യൂണിയൻ ഭാരവാഹി കൂടിയായ വിദ്യാർത്ഥി ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഹോസ്റ്റലിനുള്ളിൽ കഞ്ചാവ് കച്ചവടമായിരുന്നു വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്ത് നിന്ന് 9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ട് ഇടുന്നത്. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഒരു കയ്യോടെ പിടികൂടിയ കേസാണ്. 2 പേരല്ല, ഒരു റൂം സാധാരണ അവിടെ 3 പേർക്കാണ് ഒരു റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേർക്കും തുല്യ അവകാശമുള്ള റൂമിൽ അവരറിയാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രാബാൻഡ് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അതിലെ പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി മറ്റുള്ളവർക്കുള്ള പങ്ക് എത്രയുണ്ടോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യം. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവായിരുന്നു പോലീസിന്റെ റെയ്ഡിൽ പിടികൂടിയത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തുപുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയച്ചു. സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും SFIയും പിന്നീട് രംഗത്തെത്തി. ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. എന്റെ ഈ കോളേജിൽ ഞാൻ 3 വർഷം കോളേജിൽ പഠിക്കുന്നത്. ഈ 3 വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ മര്യാദ എല്ലാ ടീച്ചർമാരുടെ അടുത്തും സാർമാരുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് ഞാൻ നടന്നത്. ഈ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കുറച്ച് പഠനത്തിൽ പുറകോട്ട് നിന്നുണ്ടായാലും ആ കുറവുകളൊക്കെ കുറെ സപ്ലികളും ഉണ്ട്. ഞാൻ ഈ 3ാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാന്ന് വിചാരിച്ച ഈ 3ാമത്തെ വർഷമാണ് ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങി, സപ്ലികളെല്ലാം കയറി തുടങ്ങി. അപ്പോഴാണ് ഈ അടുത്ത പ്രശ്നം പോലെ ഇത് കൊണ്ടുവന്ന് എന്റെ തലയിലിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ. അവിടുന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്നപ്പോ എല്ലാം അവരുടെ കയ്യിലുണ്ട് സാധനം. എന്നെ ആദ്യമേ കൊണ്ടുപോയി എന്റെ റൂമിലോട്ടല്ല, പക്ഷെ എന്നെ ആദ്യമേ കൊണ്ടുപോയത് ആകാശിന്റെ റൂമിലോട്ട്. ആകാശിന്റെ റൂമിൽ കുറെ താഴെ കുറെ കടപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ യൂണിയനുള്ള ഞാൻ നാളെ പരിപാടിയുണ്ട് സാറേ, നാളെ പരിപാടിയുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. സാറ് നീ യൂണിയനുള്ളതാണോ, നീ അങ്ങനെ പോകണ്ട, നീ ഇത് വലിയ ആ കൊമ്പത്താളാണോ, നീ മേലോട്ട് വരാൻ. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന SFIയുടെ വാദം പോലീസ് തള്ളുകയാണ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അഭിരാജ് പരിശോധനാ സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്നു. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. റെയ്ഡിന്റെ പോലീസിനെ കണ്ടോടിയത് KSU പ്രവർത്തകരെന്നായിരുന്നു SFIയുടെ ആരോപണം. എന്നാൽ ഇത് നിഷേധിച്ച് KSUവും രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി. എന്റെ കൂട്ടുകാരൻ ആകാശാണുള്ളത്, പക്ഷെ എങ്ങനെ എത്തിയെന്നോ എന്തോ ഒന്നും അറിയത്തില്ല. അതാണ് സംഭവം. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ സംഭവം? ഞങ്ങള് ഒരു 10:30 ആയപ്പോ ഹോസ്റ്റലിലോട്ട് വരാൻ വിളിച്ചു ഞങ്ങളെ. അപ്പൊ അവിടുന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ട്, എന്തോ സംഭവം ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ സ്വാഭാവികമായിട്ട് 10 മണിക്ക് ഹോസ്റ്റലിലെ ഗ്രില്ലടക്കും. അപ്പൊ അതിനുശേഷം പുറത്ത് കൂട്ടുകാരന്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി. രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇത് ക്യാമ്പസുകളിൽ ലഹരി വേട്ട അല്ലെങ്കിൽ ലഹരി വിപണനം അത് അത്ര പുതുമയുള്ളൊരു കാര്യമല്ല. കാരണം പല ദിവസങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കളമശ്ശേരി ഹോസ്റ്റലിലെ പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ SFI നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇക്കാര്യം നിഷേധിക്കുമ്പോൾ തന്നെ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു തന്നെ പറയുന്നു. SFIയുടെ യൂണിയൻ ഭാരവാഹി മുറിയിലുണ്ടായിരുന്ന സമയത്താണ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടല്ലോ. SFIയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണോ പോലീസ്? അങ്ങനെ തന്നെയാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ACP
ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ബ്രീഫിംഗിൽ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ സംഭവ സമയത്ത് ഈ റെയ്ഡ് നടത്തിയിരുന്ന അല്ലെ പരിശോധന നടത്തിയിരുന്ന സമയത്ത് ഈ 3 വിദ്യാർത്ഥികളും റൂമിലുണ്ടായിരുന്നു. അതേസമയം ഈ അഭിരാജ് എന്ന് പറയുന്ന SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അഭിരാജ് SFI പ്രവർത്തകനാണ്. ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്: താഴത്തെ റൂമിൽ നിന്നും, അതായത് ആകാശിന്റെ റൂമിൽ നിന്നും കഞ്ചാവ് പിടിക്കുന്നു. 1.9 കിലോയാണ് ആകാശിന്റെ റൂമിൽ നിന്ന് പിടിച്ചത്. അവിടെ നിന്ന് തന്നെയും കൂട്ടി ഈ തന്റെ റൂമിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ന്യൂണിയൻ ഭാരവാഹിയാണ് എന്ന് പറയുന്നതും ആ ഒരു സാഹചര്യത്തിൽ ഈ യൂണിയൻ ഭാരവാഹി ആയതുകൊണ്ട് അവനെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചു എന്നുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത ന്യായീകരണമാണ് ഈ അഭിരാജ് മുന്നോട്ട് വെക്കുന്നതെന്ന് തന്നെയാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത്. ACP അത്തരത്തിലാണ് വ്യക്തമാക്കുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട്, ഇവരെല്ലാവരും റൂമിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നാർക്കോട്ടിക് സെൽ ACPയും അത് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസുകളിലെ ഇത്തരത്തിലുള്ള ലഹരി ഇടപെടലുകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിരിക്കുന്നവർ കൂടി അതിന്റെ ഭാഗഭോക്കാവുന്നത് അങ്ങേയറ്റ അപലപനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് SFI ഏരിയ പ്രസിഡന്റ് ദേവരാജൻ അയാളൊരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. വാർത്താ സമ്മേളനമല്ല, മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറയുന്നത് അഭിരാജ് അങ്ങേയറ്റം മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തത് സാഹചര്യം ശരി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വാർഡന്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ ഹോസ്റ്റലിൽ 2 വാർഡന്മാരുണ്ട്, ഇവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പ്രിൻസിപ്പാളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, ഞങ്ങളല്ല അത് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ SFIക്കാര് KSUവിന്റെ മേലെയും KSUക്കാര് SFIയുടെ മേലെയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ ആകാശിന്റെ KSU ബന്ധം പുറത്തു കൊണ്ടുവരണം, ആകാശിന്റെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മളോട് സംസാരിച്ച റൂംമേറ്റ് അയാള് KSU പ്രവർത്തകനാണ്, അതുകൊണ്ടാണ് അവരാണ് ഈ ഹോസ്റ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഹരി എത്തിച്ചത് എന്നുള്ള തരത്തിലുള്ള ആരോപണം SFI മുന്നോട്ട് വയ്ക്കുമ്പോൾ മാത്രമല്ല ഈ വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവര് പിന്നീട് ഇത് പോലീസ് നിഷേധിക്കുന്നുണ്ടല്ലോ. കാരണം പോലീസ് വ്യക്തമാക്കിയ കാര്യം പുറമേ നിന്ന്, അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കോളേജില് ഹോസ്റ്റലില് എത്തിയിരുന്നു, അവരാണ് ഇവിടെ കഞ്ചാവ് എത്തിച്ചതെന്ന് തന്നെ പോലീസ് സൂചിപ്പിക്കുന്നുമുണ്ടല്ലോ. അവർക്ക് SFI പ്രവർത്തകരുമായി SFI നേതാക്കളുമായി ഈ പിടിയിലായവരുമായി ബന്ധമുണ്ടോ? ആരാണ് ഇവിടെ കഞ്ചാവ് എത്തിച്ചതെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ടോം പോലീസ് വ്യക്തമാക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ് കോളേജിൽ ഹോസ്റ്റലിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ചത്. അതാരാണെന്നുള്ള കാര്യം അവർ തൽക്കാലം വ്യക്തമാക്കുന്നില്ല. കാരണം ഇത് വ്യക്തതയിലേക്ക് വരാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ സ്ഥിരീകരിക്കാനുണ്ട് എന്നാണ് ACP PV ബേബി നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സ്ഥിരീകരണത്തിന് ശേഷം ആരായിരിക്കും ഇത് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ഇതിന്റെ ഭാഗമായി ഉണ്ടാകും, കൂടുതൽ വാർത്തകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് 2 ACPമാരും പ്രതികരിച്ചത്. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളും ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെയാണ് പോലീസ് പറയുന്നത്. അതില് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി ആളുണ്ടായാലും ഇല്ലെങ്കിലും അവരെ ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും പോലീസിന്റെ നിലപാട് അവര് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിൽ ഇത്തരത്തിൽ ഈ അറസ്റ്റിലായിട്ടുള്ള 3 പേരും കഞ്ചാവ് കയ്യിൽ സൂക്ഷിച്ചവരാണ്, അവരുടെ മുറിയിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഈ അഭിരാജിനെ കൊണ്ട് തന്നെയാണ് അഭിരാജിന്റെ റൂം പരിശോധിക്കാൻ എത്തിയതെന്ന് തീർച്ചയായും ആജ്ഞയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് SFI ഉന്നയിക്കുന്ന പോലെ പുറത്തുനിന്നും ആരെങ്കിലും കൊണ്ടുപോയി വെച്ചതാണോ, അതിന് KSUവിന് പങ്കുണ്ടോ, അതോ KSUവിന് ഇതിൽ SFI ആരോപണം നിർത്തുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അവരകത്ത് മുറി താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതെ, മുറിയിലുണ്ടായിരുന്നു. അതെ അതെ, പിടിക്കും മുറിയിലുണ്ടായിരുന്നു. അവരകത്ത് താമസിക്കുന്ന മുറി തന്നെയാണ് അത്. അവരാണ് ആ മുറിയിൽ താമസിക്കുന്നത്. പാക്കിംഗ് നടത്ത ആദ്യത്തെ മുറിയിലാണ്. 2 കിലോടാ. അതെ അതെ, നമ്മള് വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെക്കോർഡിംഗ് ആണ്. ആജ്ഞയിലേക്ക് വീണ്ടും. ആജ്ഞ, പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്. അതായത് ഈ SFIയുടെ യൂണിയൻ ഭാരവാഹി ആ മുറിയിൽ ഉണ്ടായിരുന്നു,
അയാൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നു. അവിടെ അറിയേണ്ടത് ഈ 2 കിലോ കഞ്ചാവ് എന്തിനാണ് എത്തിച്ചത്, ആരാണ് എത്തിച്ചത്, അവിടെ കൃത്യമായ ഒരു വിതരണം പതിവായി ഈ കഞ്ചാവ് കച്ചവടം ഈ ഹോസ്റ്റലിനുള്ളിൽ നടന്നിരുന്നോ? ഈ കച്ചവടം നടത്താൻ വേണ്ടി തന്നെയാണ് ഇത് കൊണ്ടുവന്നുള്ളത് കാര്യം വ്യക്തമാണ് കേട്ടോ. കാരണം അതിനകത്ത് കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് വരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തൂക്കി പാക്കറ്റുകളിലാക്കുന്ന സമയത്താണ് ഈ പരിശോധനയ്ക്കായി പോലീസും ഡാൻസ് സംഘവും ഈ ഹോസ്റ്റലിൽ എത്തുന്നത്. DCPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ACP അബ്ദുൽ സലാം, അദ്ദേഹം നാർക്കോട്ടിക് ACP ആണ്, അദ്ദേഹം പ്രതികരിച്ചത് നമുക്ക് വ്യക്തമായി അറിയാം. ഇവർക്ക് 3 പേർക്കും പങ്കുണ്ട്. വളരെ വ്യക്തമായിട്ട് അത് ഈ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ അഭിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മുറികളിൽ തന്നെ ഉണ്ടായിരുന്നു. 2 കിലോ കഞ്ചാവ് പിടിച്ച ആൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് ആകാശിന്റെ മുറിയിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത്. 1.9 കിലോ. ഈ 2 കിലോ കഞ്ചാവ് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ആകാശിന് ജാമ്യം കിട്ടാതെ. അത് മാത്രമല്ല, ഈ അഭിജിത്തിന്റെയും മറ്റേ റൂംമേറ്റിന്റെയും മുറിയിൽ നിന്ന് 9.7 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അത് ഈ ജാമ്യം ലഭിക്കുന്ന പരിധിയിൽ വരുന്നതാണ്. അതേസമയം 1 കിലോയ്ക്ക് മേലെയുള്ള ഈ തൂക്കത്തിലുള്ള കഞ്ചാവ് പിടിച്ചെടുത്തുകൊണ്ടാണ് ആകാശിന് ജാമ്യം ലഭിക്കാത്തത്. മറ്റു 2 പേരും സ്റ്റേഷൻ ജാമ്യത്തിൽ മറ്റു 2 പേരെയും വിട്ടയച്ചിരിക്കുന്ന സാഹചര്യം. ഈ 3 വിദ്യാർത്ഥികളെയും കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്നാലും നമ്മൾ ഒരു കാര്യം സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. കാരണം പ്രിൻസിപ്പാളിന്റെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു. അത് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെ യൂണിയനിൽപ്പെട്ട ഒരു കുട്ടി അതിൽ പെട്ടു എന്നേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതിൽ ഉറപ്പൊന്നുമില്ല. ഇത്തരം വളരെ ഒരു അങ്ങേയറ്റം ലാഘവത്തോടു കൂടി ഇത്തരം ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുകയും 16 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആളുകൾ പഠിക്കുന്ന ക്യാമ്പസ്, അതിനകത്ത് അത്തരത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളുള്ള ക്യാമ്പസ്, അവിടെ ഹോളിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടെ എത്തിക്കുന്നത്. ഏത് സമയത്തും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ആ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലാനുള്ള ഹോസ്റ്റൽ മുറികളിലേക്ക് കടന്നു ചെല്ലാറുണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരെയും അവിടെ പ്രിൻസിപ്പാളും ഈ വാർഡന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടിട്ടുമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ കുട്ടികൾ തന്നെയാണ് ഹോസ്റ്റൽ ഭരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹികളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാകാം, വിദ്യാർത്ഥി യൂണിയനിലുള്ള വിദ്യാർത്ഥി സംഘടനകളുള്ള പ്രവർത്തകരാകാം. ഇവരൊക്കെ തന്നെയാണ് ഈ ഹോസ്റ്റൽ ഭരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നമ്മൾ ഇതുമായി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും മുന്നോട്ട് വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് പ്രിൻസിപ്പാൾ വന്ന് അദ്ദേഹം സംസാരിച്ചത് തന്നെ ഇത്തരത്തിൽ അങ്ങും ഇങ്ങും തൊടാതെ ഈ കുട്ടികളൊക്കെ അങ്ങനെ പെട്ടുപോയതാണ്. അതല്ലെങ്കിൽ ആ തരത്തിലേക്ക്, അതായത് അവരുടെ രാഷ്ട്രീയം ആജ്ഞ രവീന്ദ്രനാണ് വിവരം നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കുറ്റക്കാരെ അല്ലെങ്കിൽ ആരോപണ വിധേയരെ, പ്രതികളെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. അവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ, കഞ്ചാവ് മാഫിയയുടെ കണ്ണികളാണെങ്കിൽ, അത് ഏത് രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടവരാണെങ്കിൽ പോലും കടുത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സംഘടനാ തലത്തിൽ പോലും നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇതിന് ഇവിടുത്തെ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകണം.